വരിയുടച്ച നിലമ്പൂർ മൂരിയെ കാണുമ്പോൾ സതീശനും സുധാകരനും പിടുക്കുവിറയ്ക്കുന്നതിന്റെ രഹസ്യം. കോൺഗ്രസിന്റെ അണികൾ എല്ലാവരും ഒരേ സ്വപ്നത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയ്ക്ക് നശിച്ചു പോയോ കോൺഗ്രസ്? തമ്മി തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് താങ്കൾ ചിന്തിച്ചു നോക്കി. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് അൻവറിനെ ആർക്കാണ് നിർബന്ധം? കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് അൻവറിനെ കൊണ്ടുവരുന്ന ആർക്കാണ് നിർബന്ധം? എന്റെ ചോദ്യം അതാ. ഇപ്പോഴത്തെ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ ഡീലല്ലാന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയും? ഞാൻ 100% ഡീലാണെന്ന് ഞാൻ തെളിയിച്ചു തരാന്നേ. ഓരോ വിഷയങ്ങളിൽ ഡീലല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ അലിഗേഷൻ, ഇത്രയും വലിയ അലിഗേഷൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു സമരം നടത്തിയ? മുഖ്യമന്ത്രി രാജിവെക്കുന്നവർ സമരം നടത്തിയില്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നവർ ഇത്ര നാൾ സമരം നടത്തിയിട്ടുണ്ടോ? ഈ KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ കണ്ടോട്ടൊന്നുമല്ല ഇപ്പൊ ഈ കുറച്ച് അണികളുള്ളത്. ഈ ഒരാളുമല്ല, ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസ്സുകാർക്ക് വേണ്ടത്. കാരണം ഇങ്ങനത്തെ കുറച്ച് നല്ല പിള്ളേരുണ്ട്, നല്ല യുവാക്കൾ. ആ യുവാക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് പഴയ കാലത്തേക്കാൾ സുന്ദരമായ ഒരു യൂത്ത് നേതൃത്വം ഉണ്ട് കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസോട് പിടിച്ചിരിക്കുന്നത്. അന്ന് ആരായിരുന്നു KPC പ്രസിഡന്റ്? അന്ന് PM സുധീരാണ് KPC പ്രസിഡന്റ്. അന്ന് തൃശ്ശൂർത്തെ നേതാവാരായിരുന്നു TM പ്രതാപനായിരുന്നു. ഈ അന്നത്തെ ഇതിന് ഏറ്റവും കൂടുതൽ വിഷയങ്ങളുണ്ടാക്കിയ ആളായിരുന്നു VD സതീശനായിരുന്നു. ഇനി പേര് പറയാത്ത വിഷയമില്ല. ഇവര് 3 പേരും തന്നെയാണ് ആ തുടർഭരണം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മോശമാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെയും മുഖ്യമന്ത്രി ആവണമായിരുന്നല്ലോ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരുന്നു. അതുകൊണ്ട് ഈ കേസൊക്കെ പിന്നിൽ കുത്തി പൊന്തിക്കാൻ പിന്നിൽ സപ്പോർട്ട് ചെയ്തൊക്കെ പുള്ളിക്കാരൻ തന്നെ ആയിരിക്കണം. ഈ കോൺഗ്രസിന്റെ അണികൾക്ക് മൊത്തം ഒരു പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടാകുമ്പോൾ, കാരണം ഇവരിങ്ങനെയാണ്, ഇവർക്ക് ഇതേ കഴിയൂ. ഇതിൽ കൂടുതൽ ഒന്നും കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് നന്നായിട്ട് അറിയാം. അതായത് മറ്റേ ഇപ്പം 6-ാം നമ്പർ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാനും അപ്പനും സുഭദ്രയും. അത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞാനും അപ്പനും സുഭദ്രയും. നമസ്കാരം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ലേബലിൽ കുത്തിമറിയുന്ന PV അൻവറിന് പാർട്ടിയിൽ ഭരണഘടനാ പ്രകാരമുള്ള ഒരു പദവിയുമില്ല, ഒരു ശ്വാനന്റെ വില പോലുമില്ല എന്ന് സംസ്ഥാന നേതൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിലൊന്നും PV അൻവറിനെ അടുപ്പിക്കുന്നു പോലുമില്ല. ശരിക്കും വരിയുടച്ച ഒരു വണ്ടിക്കാളയുടെ അവസ്ഥയിലുള്ള PV അൻവറിനെ ചുമക്കേണ്ടുന്ന ഗതികേട് ഈ കോൺഗ്രസിനുണ്ടോ? പിണറായി വരിയുടച്ചുവിട്ട അൻവറെ കാണുമ്പോൾ VD സതീശനും സുധാകരനും വിധേയത്വം ഒലിക്കുവാൻ കാരണം എന്താണ്? കോൺഗ്രസിന് അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ് എന്നാണ് ITV ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയ്ക്കായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ CM രാജേന്ദ്രനാണ്. സ്വാഗതം ചെയ്യാം ശ്രീ രാജേന്ദ്രനെ. ഈ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പേര് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത് PV അൻവറിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി എന്നൊക്കെ തരത്തിലുള്ള വലിയൊരു മീഡിയ പ്രൊപ്പഗണ്ടയും വാർത്തയും വന്നതിന് ശേഷമാണ്. ഇപ്പോൾ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ചട്ടക്കൂടിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? തൃണമൂൽ കോൺഗ്രസ് 2009 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അൻവറിൻ്റെ വരവോട് കൂടിയിട്ട് ഒരു അല്പം മൈലേജ് കിട്ടി എന്നുള്ളത് വസ്തുതയാണ്, നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയാണ്. അൻവറിൻ്റെ വരവോട് കൂടിയിട്ട് തൃണമൂൽ കോൺഗ്രസിന് ഒരല്പം മൈലേജ് കിട്ടിയിട്ടുണ്ട്, അത് വസ്തുതയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും CG ഉണ്ണി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് ആൾക്കാർ വന്നതും ഭാരവാഹികളുണ്ടായതും സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായതും ജില്ലാതല കമ്മിറ്റികൾ ഉണ്ടായതും CG ഉണ്ണി പ്രസിഡന്റ് ആയതിനു ശേഷം. ഇതിന് മുന്നേ വേറൊരാൾ, ഇതിൻ്റെ തൊട്ടടുത്ത കാലം മുമ്പ് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതിക്ക് മുമ്പ് വേറൊരു സംസ്ഥാന പ്രസിഡന്റ്, നിരവധി സംസ്ഥാന പ്രസിഡന്റുമാരുള്ളൊരു സംഘടനയായിരുന്നു, ഒരു പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ. അന്നൊന്നും കേരളത്തിൽ കോൺഗ്രസ് ഈ തൃണമൂൽ കോൺഗ്രസിനെ വ്യക്തമായിട്ട് ആരുടെയും കണ്ണിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു അവസരം ഉണ്ടാക്കിയതും അത് ഈ പാർട്ടിയെ ഇത്രയ്ക്ക് ശക്തിപ്പെടുത്തിയതും CG ഉണ്ണി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം. അൻവറിൻ്റെ വരവോടുകൂടി ഒരു അല്പം മൈലേജ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണ്, അത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യം തന്നെ. അത് ചെറിയ മൈലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയെ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് എത്തിച്ചത് ഈ പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ്. അത് യാതൊരു തർക്കവുമില്ല. ആ ഒരു ചട്ടക്കൂട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു സംവിധാനം എത്ര ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇതിൻ്റെ ആ സംഘടനാ ചട്ടക്കൂടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് TMC കേരള സംസ്ഥാനത്തിലെ ഏകദേശം 9 ജില്ലകളിലും കമ്മിറ്റികളുണ്ട്. ബാക്കി 5 ജില്ലകളിൽ അതിൻ്റെ പ്രവർത്തനവുമായി സംഘടനാ സംവിധാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും എല്ലാം ആക്കിയതിന് ശേഷമാണ് ഈ പാർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുള്ളൂ. ഇപ്പം 9 ജില്ലയിലും ഈ CG ഉണ്ണി പ്രസിഡന്റ് ആയതിനു ശേഷം എല്ലാം നല്ല കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വിപുലമായൊരു സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കഴിവുള്ള ആളുകളെ വെച്ചുകൊണ്ട് നല്ലൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 9 ജില്ല, ബാക്കിയുള്ള 5 ജില്ലകളിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം മറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് ഇപ്പം നിലവിൽ തീരുമാനം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ PV അൻവർ
എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നത്? ആരാണ് ഇദ്ദേഹത്തെ ഇതിനൊരു ഇടനിലക്കാരനുണ്ടാവുമല്ലോ, ആരാണ് യഥാർത്ഥത്തിൽ ഈ അൻവറിനെ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്? അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. കാരണം മമതാ ബാനർജി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കത്തും കൊടുത്തിട്ടില്ല, ഈ അൻവറിനെ അറിയൂല, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. സത്യത്തിൽ അതാണ് വസ്തുത. പക്ഷേ അൻവർ എങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു മീഡിയേറ്റർ ഉണ്ടോ എന്നാണ് താങ്കളുടെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്. അത് തൃശ്ശൂർക്കാരനായ കൊടുങ്ങല്ലൂരുകാരനായ ഒരു സുനിൽ അയ്യർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം പല പേരിലും അറിയപ്പെടും കേട്ടോ, ഒരു പേരല്ല. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഈ അൻവറുമായി നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് അൻവറിന് നിലനിൽക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ, ഞാൻ പറയാം, BJP-യിൽ പോയി, അങ്ങനെ പല പാർട്ടി NCP-യിലടക്കം ഏറ്റവും വലിയ ചെറിയ പാർട്ടികളിലെല്ലാം ചെന്നിട്ടും ഒരാൾ പോലും ഒരു കറിവേപ്പിലയുടെ വില പോലും കൊടുക്കാതെ എടുത്ത് കളഞ്ഞപ്പോൾ അൻവറിന് വേറെ മാർഗമുണ്ടായില്ല. എവിടെ പോകണം, അതായത് ഒരു ബിൽഡിങ്ങിന് മേലെ കയറുന്നത് താഴേക്ക് ചാടണോ എന്ന് ചിന്തിക്കുന്ന സ്ഥിതിയിലാണ് അൻവറിന്റെ അവസ്ഥ. അങ്ങനെയാണ് അദ്ദേഹം ഈ സുനിൽ അയ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബംഗാളിൽ പോയി പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലെ ഏതോ ഒരു നേതാവിനെ പിടിച്ച് സംസാരിച്ച് അതിനൊരു ഡിമാൻഡും കൂടെ വെച്ച് പുള്ളി. വലിയൊരു ഡിമാൻഡാണ്. 200 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിടിച്ചു കൊടുക്കാമെന്ന് മമതാ ബാനർജി പാർട്ടിക്ക് TMCക്ക് പിടിച്ചു കൊടുക്കാമെന്നുള്ളത് അൻവർ വെച്ചിട്ടുള്ള ഓഫർ. 200 പഞ്ചായത്ത്, അതുപോലെ തന്നെ കുറെ നിയമസഭയോ അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓഫർ വെക്കുമ്പോൾ അന്ന് അത് തെളിയിക്കി എന്ന് പറയുമല്ലോ, സ്വാഭാവികമായിട്ടും ഒരു അവസരം കൊടുത്തു. അതെ, ഒരു തെളിയിക്കി എന്ന് പറഞ്ഞ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്തു. സംസ്ഥാനത്തിന്റെ കോർഡിനേറ്റർ, അതായത് TMC എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബൈലോയിലില്ലാത്ത ഒരു സ്ഥാനമാനം, അങ്ങനെ ഇല്ലാത്ത ഒരു ഭരണഘടന ഇല്ലാത്ത ഒരു പോസ്റ്റ്, കോർഡിനേറ്റർ, അങ്ങനെ ഒരു പോസ്റ്റ് തൃണമൂൽ കോൺഗ്രസോ പാർട്ടിക്കോ ഇല്ല. ആ പാർട്ടി ഇദ്ദേഹത്തിന്റെ കഴിവ് അറിയാൻ വേണ്ടിയിട്ട് 200 പഞ്ചായത്തെ പിടിച്ചു കൊടുക്കാവുന്ന ചെറിയ ആളല്ലല്ലോ. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു പക്ഷെ പറയാൻ കഴിയില്ല 200 പഞ്ചായത്ത് പിടിക്കുന്നുള്ളത്. അൻവറിനെ അത് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ആളല്ല. അപ്പൊ അതുകൊണ്ട് ആ 200 പഞ്ചായത്ത് പിടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം അൻവർ തൃണമൂൽ കോൺഗ്രസിലൊന്നുമല്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ കേരള ഘടകത്തിൽ അൻവർ കോർഡിനേറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ ആ പാർട്ടിയുടെ ആ ഘടകത്തെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് നിലവിലത്തെ ഒരു അവസ്ഥ? എന്താണ് അൻവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഒരു കൊടുങ്കാറ്റ് പോലെ വന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ പേപ്പർ മേടിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ വന്നിറങ്ങി. ജില്ലയിൽ മുഴുവൻ നടന്ന് പരിപാടികൾ നടത്തി. ഒരുപാട് ആളുകൾ ഒരുപാട് കാശ് ലക്ഷങ്ങൾ മുടക്കി പരിപാടികളൊക്കെ നടത്തി. ഇപ്പം എന്തേ കാണാനില്ലോ? ഇപ്പം എവിടെ പോയി? അപ്പോൾ ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്, അൻവറിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് PV അൻവർ ഉദ്ദേശിക്കുന്ന കോർഡിനേഷൻ അദ്ദേഹത്തിന്റെ കോർഡിനേഷനാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേജിലേക്ക് എത്തണം, എവിടെയെങ്കിലും എത്തിപ്പെടണം. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏത് പാർട്ടിയിൽ ചെന്നിട്ടുണ്ടോ ആ പാർട്ടിക്കാരെല്ലാവരും കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞപ്പോൾ എവിടെയും ഗതിയില്ലാതെ വന്നപ്പോൾ ഇപ്പം നമുക്ക് DMK ചെന്നു, അവിടെ നിന്ന് ഓടിച്ചു. അത് കഴിഞ്ഞ് വേറെ സ്വതന്ത്രമായൊരു സംഘടന ഉണ്ടാക്കി, അത് പൊളിഞ്ഞ് പാളിഷായി പോയി. ക്ലബ്ബുകൾ വെക്കുന്ന പോലെ ആ ക്ലബ്ബുകളുടെ പോലൊരു സംഘടന ഉണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ഈ PV അൻവറിന് ഒരു കച്ചിത്തുരുമ്പായി സുനിൽ അയ്യർ ചെല്ലുന്നതും അങ്ങനെ ഡൽഹിയിൽ ചെന്നതും ഈ 200 പഞ്ചായത്ത് കൊടുക്കാമെന്നുള്ള ആ ഒരു ഓഫറിന്റെ പേരിൽ ഇതിന്റെ കോർഡിനേറ്റർ കേരളത്തിൽ വരുന്നതും. കേരളത്തിൽ വന്നിട്ട് എന്തുണ്ട്, ഒരു കൊടുങ്കാറ്റും കൊണ്ടുവന്നു, കുറെ ആളുകളെ കൂട്ടി, കുറെ ലക്ഷങ്ങൾ പൊടിച്ചു, കാശ് കൊടുത്തിട്ടാണെങ്കിലും അല്ലാതെ ആയാലും കുറെ ആൾക്കാരെ കൊണ്ടുവന്നു, മാധ്യമങ്ങളെ മൊത്തം വിളിച്ചു. അപ്പൊ മാധ്യമങ്ങൾക്ക് എന്തായാലും പോവുമല്ലോ, അവർക്കൊരു വാർത്ത ഹോട്ട് ന്യൂസ് കിട്ടാൻ വേണ്ടി അവർ പോവുമല്ലോ. അപ്പോൾ ആ കോർഡിനേഷൻ എന്ന് പറയുന്നത് അൻവറിന്റെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള കോർഡിനേഷനാണ്. അല്ലാതെ പാർട്ടിക്ക് വേണ്ടിയിട്ടോ TMCക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കും ഒന്നാമത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രാഷ്ട്രീയ നേതാവ്. ആരോടാണ് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ളത്? രാഷ്ട്രീയത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്നതോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ഏതെങ്കിലും ഒരു വ്യക്തികളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, സ്വന്തം വീട്ടുകാരോട് പോലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, ഒരു ജനങ്ങളോട് ഒരു മര്യാദയും ഇല്ലാത്ത അദ്ദേഹത്തെ പോലെ ഒരാൾ കോർഡിനേറ്റ് ചെയ്താൽ എന്തായാലും കേരളത്തിലെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ അറിവില്ലാത്തവരല്ല നമ്മുടെ ദേശീയ നേതാക്കൾ. അവർക്ക് അറിയാമത്. പക്ഷേ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ 200 പഞ്ചായത്ത്, ആ 200 പഞ്ചായത്ത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇയാൾ ഒരു അഭയാർത്ഥിയുടെ ഒരു റോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിനും അതിൻ്റെ സംഘടനാ നേതാക്കൾക്കും മനസ്സിലായില്ല? ഇതുപോലുള്ള ഒരു 7-ാം കൂലിക്ക് എന്തുകൊണ്ട് അവരൊരു സ്പേസ് നൽകുന്നു, ഒരു വാർത്തകളിൽ ഒരു ചർച്ചയ്ക്ക് പോലും ഒരു ഇടം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു? ഇവിടെയാണ് എനിക്ക് വളരെ വിഷമത്തോട് പറയാനുള്ളത്. ഗതികേട് എന്ന് പറയേണ്ടി വരും. ഗതികേട്, അത്രയും ഗതികെട്ട് പോയി കോൺഗ്രസ് കേരളത്തിൽ. ഇത്രയും ഗതികേട് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, അപ്പം നമ്മൾ സാധാരണ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും
കോൺഗ്രസ്സുകാരടക്കം ആൾക്കാർ ചിന്തിക്കും ഇത്രയും ഗതി കെട്ടുപോയോ കോൺഗ്രസ്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന 19 കൊല്ലം ഇന്ത്യ ഭരിച്ച നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സീതാറാം കേസരി പി വി നരസിംഹറാവുവിന്റെയും രാജീവ് ഗാന്ധിയുടെയും അവസാനം മൻമോഹൻ സിംഗ് വരെ നയിച്ച പാർട്ടി, ആ പാർട്ടി 19 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ അണികളും ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുമുള്ള, നല്ല തലമുതിർന്ന നേതാക്കന്മാരും നല്ല കഴിവുള്ള യുവാക്കളുമുള്ള ഈ കേരളത്തില് ഇത്രയ്ക്ക് ഗതികേടാണ് എന്ന് ഞങ്ങൾ സ്വയം വിളിച്ചു പറയുകയാണ് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ ഈ മറ്റേ പ്രതിപക്ഷ നേതാവും. അവർ ഗതികേടെന്നല്ലേ പറയാൻ പറ്റുമല്ലോ, എന്ത് പറയാൻ പറ്റും? കോൺഗ്രസിന്റെ ഗതികേട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ ശിഖണ്ഡി എന്നൊക്കെ പറയേണ്ടി വരും. അതിനെ പോലെ ഒരാളെ പിടിച്ച് ചോമണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗതികെട്ട് പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കാണുന്ന അണികളുണ്ടല്ലോ, കോൺഗ്രസിന്റെ അണികൾ, ആ അണികളെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയ്ക്ക് നശിച്ചു പോയോ കോൺഗ്രസ്? തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് താങ്കൾ ചിന്തിച്ചു നോക്കി. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് അൻവറിനെ കൊണ്ട് ആർക്കാണത്തുള്ള നിർബന്ധം? കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് അൻവറിനെ കൊണ്ടുവരുന്ന ആർക്കാണ് നിർബന്ധം? എന്റെ ചോദ്യം അതാ. ഇതിപ്പോൾ പാലക്കാടാണെങ്കിൽ പാലക്കാട് ഈ അൻവർ ഇതുപോലുള്ള ചില വെല്ലുവിളികളും അല്ലെങ്കിൽ ചില വാഗ്വാദങ്ങളുമാക്കി ഇറങ്ങിയപ്പോൾ VD സതീശൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അദ്ദേഹം പുച്ഛിച്ചു വിടുകയായിരുന്നു. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ള തരത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സന്ദേശം നൽകി. നിന്റെ സഹായം കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് നട്ടലോടെ നിന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് പാലക്കാട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം നമ്മുടെ രമ്യ ഹരിദാസ് നിന്ന മണ്ഡലത്തിൽ അവിടെ വളരെ ദയനീയമായ ഒരു പരാജയമായിരുന്നു ഇദ്ദേഹത്തിന്. സ്ഥാനാർത്ഥിയെ നിർത്തി വളരെ ദയനീയമായ പരാജയമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട വെറും ഒരു ചണ്ടി കറിവേപ്പിലയാണെന്ന് VD സതീശന് നന്നായി അറിയാം. പക്ഷേ ഈ ഒരു നിലമ്പൂരിലെ ഒരു വിഷു വരുമ്പോൾ, ഒരു ഉപതെരഞ്ഞെടുപ്പുമായിട്ട് വന്നിരുമ്പോൾ ആ ഒരു നട്ടല്, ആ ഒരു തൻ്റെ ഇടം എന്തുകൊണ്ടാണ് VD സതീശൻ കാണിക്കാൻ? ഇപ്പൊ താങ്കളുടെ ചോദ്യത്തിന് തന്നെ ഉത്തരം. കാരണം പാലക്കാട് നട്ടല് നിവൃത്തി എന്ന VD സതീശൻ തന്നെയാണ് ഇപ്പൊ ഈ അൻവറിനെ കൊണ്ടുവരാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണ്ടേ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതും, അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി ട്രോജൻ ഉണ്ടല്ലോ, ജെട്ടി മുതലാളി, അദ്ദേഹം ബെന്നി ബെഹനാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് നിർത്തിയതും, മറ്റെല്ലാ മണ്ഡലങ്ങളും ജയിച്ചാലും അവിടെ ബെന്നി ബെഹനാൻ തോൽക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ചാലക്കുടിയിൽ മാത്രം വമ്പനായ സ്ഥാനാർത്ഥികളെ ലക്ഷക്കണക്കിന് രൂപ മുടിച്ച് ജെട്ടി മുതലാളി കൊണ്ട് നിർത്തി. ആ മുതലാളി കൊണ്ടുവരുത്തപ്പോൾ 1 ലക്ഷം വോട്ടിന്റെ അടുത്താണ് ബെന്നി ബെഹനാൻ ജയിച്ചത്. 1 ലക്ഷം വോട്ടിനെ ബെന്നി ബെഹനാൻ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഡൽഹിയിൽ ജയിച്ചു. അപ്പൊ ഇതുപോലുള്ള ജെട്ടി മുതലാളിമാരും ഇതുപോലുള്ള അൻവർമാരൊന്നും കോൺഗ്രസ് സംബന്ധിച്ച ഒരു വിഷയമല്ല ഒന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും സതീശനെ പോലും സുധാകരനെ പോലുള്ള അവർക്ക് വേണ്ടേ? എന്റെ ചോദ്യം അതാണ്. നമുക്കറിയാം ഇവിടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർത്തി. നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവിനെ തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി, NK സുധീർ, അദ്ദേഹത്തെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. ആ കോൺഗ്രസ് നേതാവിനെ പോലും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് STPയുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടും അൻവറിന് അവിടെ കിട്ടിയത് 4000 വോട്ടാ. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന വോട്ട് പോലും പിടിക്കാൻ കഴിയാത്ത ആ അൻവർ വെല്ലുവിളിച്ച് മനസ്സിലായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിച്ചത് ചരിത്ര ഭൂരിപക്ഷത്തിനാണ്. അൻവറിനെ വെല്ലുവിളിച്ചിട്ട് ഈ സതീശൻ വെല്ലുവിളിച്ചിട്ട് പോലും, എന്നിട്ടും ഈ പാലക്കാടും ഈ ചാലക്കുടി നമ്മളെ മുന്നിലേക്ക് എടുക്കുമ്പോൾ ചേലക്കരയിൽ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് വ്യക്തമായി അറിയുകയും ചെയ്യാം. കോൺഗ്രസ് എതിരായിട്ട് സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് മത്സരിപ്പിച്ച അൻവറിനെ കൂടെ കൂട്ടുമ്പോൾ സതീശൻ നട്ടലെവിടെ പോയി? അന്ന് നട്ടലോടുകൂടി പറഞ്ഞല്ലോ VD സതീശൻ. ഇപ്പൊ നട്ടലെവിടെ പോയി? ആ നട്ടലെവിടെ പോയി? ഈ സതീശനെ കുറിച്ച് അൻവർ ഒരു 5-6 മാസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞ സാറിന് അറിയില്ലേ? 5-6 മാസം മുമ്പ് 150 കോടി രൂപ മേടിച്ചിട്ട് അവിടുന്ന് ചാവക്കാട് കൊണ്ടുവന്നു. അവിടുന്ന് അത് ബസ് മാർഗം ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി, ബാങ്കിൽ കൊണ്ടുവിട്ടു. അത് VD സതീശനെ VD സതീശൻ നേരിട്ട് പോയി മേടിച്ചു എന്ന് പറഞ്ഞ ആളാണ് അൻവർ. അപ്പോൾ അത് സതീശൻ എന്ത് പറയുന്നു അതിനെ കുറിച്ചിട്ട്? അപ്പൊ സതീശനെ സംബന്ധിച്ച് ഇപ്പോ VD സതീശനെ ഈ ഒരു അജണ്ട എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സംശയം ഞാൻ പറയാം. ഇത് എനിക്ക് തോന്നുന്നത് ഒരു കോൺഗ്രസ്സുകാരും താല്പര്യമില്ല, ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അണികൾക്ക് താല്പര്യമില്ല, മറ്റൊരു പാർട്ടിക്കാർക്കും താല്പര്യമില്ലാത്ത ഒരു എന്താ പറയാ ഒരു നാണം കെട്ടവനെ പിടിച്ച് ഈ പാർട്ടിയുടെ ഉള്ളിലേക്ക് ഘടകച്ചാക്കിയിട്ട് ഈ മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് അങ്ങ് കടന്നു ചെല്ലുമ്പോഴേക്കും അവിടെ കയറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളുത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് സതീശനും സുധാകരനും തന്നെയാ. ഇനി നിലമ്പൂർത്തെ കാരണം സാധനം, നിലമ്പൂർ പിന്നെ ഈ വക ആൾക്കാരെ ഞാൻ പറഞ്ഞ പോലുള്ള ആൾക്കാരെ കൊണ്ട് നിർത്തിയാൽ അവിടെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്?
കാരണം ഞാനൊരു കാര്യം ജയിക്കാതിരിക്കുക അത് വേറെ വിഷയം. ഇപ്പോഴത്തെ കണ്ടീഷൻ ജയിക്കുന്നത് പറയാൻ കഴിയില്ല. ഇവിടെ നിലമ്പൂര് ആര്യാടും ഷൗക്കത്തിനും VS ജോയിനും തമ്മിലടിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അൻവറിന്റെ അജണ്ട. ഇവരെ തമ്മിലടിപ്പിച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ അൻവറിനെ VS ജോയിയാണ് അദ്ദേഹത്തോട് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ VS ജോയിക്ക് വേണ്ടി നല്ലതും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ VS ജോയിയുടെ പെറ്റായി മാറി അടുത്ത നിയമസഭയിൽ ഈ പറയുന്ന പോലെ തവനൂരോ അല്ലെങ്കിൽ മറ്റേ മഞ്ചേരിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സീറ്റും മേടിച്ച് ജയിച്ച് മന്ത്രിയൊക്കെ ആവാം എന്നുള്ള സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇവിടെ നിലമ്പൂര് കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന ഒരു പാഠം എന്താണെന്ന് അറിയോ? ഇത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കുമെന്നൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ കോൺഗ്രസ് ജയിക്കുമായിരിക്കും, എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം അൻവർ കൂടെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാർ പോലും വോട്ട് ചെയ്യില്ല. അങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പൊ PV അൻവറിനെ കൂട്ടുപിടിച്ചാൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ലെന്നേ, കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല, ഒരു സംശയവും വേണ്ട. നിലമ്പൂരത്തെ കോൺഗ്രസ്സുകാർ ഒരാൾ പോലും ഈ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അൻവറിന്റെ പിന്തുണ ഇല്ലാതെ എന്നാൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. കാരണം അത്രയ്ക്ക് ഭരണവിരുദ്ധ വികാരം നടക്കുന്നുണ്ട് അവിടെ. ഇത് എന്തുകൊണ്ട് VD സതീശനും സുധാകരനും മനസ്സിലാകുന്നില്ല? അതല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഒരു സംസാരമുണ്ടായിരുന്നു, VD സതീശനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ ഒരു B ടീമാക്കി മാറ്റുകയാണ് അത്രയും. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വളരെ തികഞ്ഞ പരാജയം എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ. പിന്നീട് അതിനുശേഷം അത്തരം ഒരു ചർച്ചകൾ പബ്ലിക്കായി വന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് അദ്ദേഹം കുറച്ചൊരു മാറ്റം വരുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ വിഷയത്തിൽ സതീശൻ കാണിക്കുന്ന ഈ ഒരു അഴകുഴമ്പൻ നയം കാണുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടത് കൃത്യമായിട്ടും ഇത് വീണ്ടും ഒരു മൂന്നാമതും പിണറായി സർക്കാരിനുള്ള ഒരു വഴിവെട്ടലിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുമോ? ഒരു സംശയവും വേണ്ട. കാരണം ഞാനത് പറയാൻ വന്ന കാര്യം തന്നെയാണ് താങ്കൾ ചോദിച്ചത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇതൊരു അജണ്ട വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിണറായി വിജയനും ഇപ്പോഴത്തെ സർക്കാരിനും CPM-നും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ആ അജണ്ട. അത് എന്തുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ ഇത്രയും അടുത്ത കാലങ്ങൾ കൊണ്ട് ഈ പിണറായി സർക്കാരിനെതിരെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും ചിന്തിച്ചു നോക്കി. ചെറിയ വിഷയങ്ങളാണ് നടന്നിട്ടുള്ളത്, ഒരുപാട് വിഷയങ്ങൾ നടന്നു. എന്തായാലും കേന്ദ്ര നേതൃത്വം ഒന്നും ഇടപെട്ടുകൊണ്ട് ഒരു നടപടി മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയോ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ട് ഒരു നടപടി, നിരവധി കേസുകളുണ്ടായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഈ 4 വർഷമാണ്. എന്നിട്ട് താങ്കൾ പറഞ്ഞത് ആദ്യ പകുതിയിൽ സതീശൻ പ്രതികരിച്ചിരുന്നു, നല്ല രീതിയിൽ അല്ലായിരുന്നു, പിന്നീട് നന്നായി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മോശമായെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമ നിറവേറ്റാൻ ഇന്നുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എണ്ണി പറയാൻ കാരണങ്ങൾ. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിനോട് അദ്ദേഹത്തിന് ഉള്ള കടപ്പാട്, ആ കമ്മിറ്റ്മെൻറ്റ് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടി കൊടുത്ത ഉത്തരവാദിത്തം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. തെളിവടക്കം പറഞ്ഞുതരാം. ഈ 4 വർഷത്തിനുള്ളിൽ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ, സ്വജനപക്ഷപാതങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, സ്വന്തം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, അങ്ങനെ വിരലിൽ എണ്ണാൽ തീരാത്ത അത്ര ആരോപണങ്ങളും അഴിമതികളും കൊണ്ട് നിറഞ്ഞ ഒരു സർക്കാരിനെതിരെ ഒരു സമരം നടത്തിയിട്ടുണ്ടോ സാറേ? ഒരു സമരം വേണ്ട, അധികമൊന്നും വേണ്ട, ഒരൊറ്റ സമരം നടത്തി അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിയമസഭയിൽ കയറിയിരുന്ന് വളവളാന്ന് പറയാൻ എല്ലാവർക്കും കഴിയുന്നേ. അത് കേസെടുക്കില്ലല്ലോ, അതിന് കേസും കൂട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. നിയമസഭയിൽ എന്തും പറയാം, ആരെ പേര് കേസെടുക്കാൻ പറ്റില്ല. അതാണല്ലോ 150 കോടി രൂപ അൻവർ പറഞ്ഞത്. കേസെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നിയമസഭയിൽ പറയാം പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ഈ വിഷയത്തിനെതിരെ ഒരു സമരം എന്തുകൊണ്ട് ഇവർക്ക് നടത്താൻ കഴിഞ്ഞില്ല? VD സതീശൻ ഈ 4 വർഷം പ്രതിപക്ഷ നേതായിരുന്നിട്ട് ഒരു സമരം, ഞാൻ കൂടുതലൊന്നും പറയാം, ഒരു സമരം ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട്. കാരണം ഈ 4 വർഷം കിട്ടി, അതായത് എന്താ പറയുക, ലോട്ടറി എടുക്കുന്ന പോലെ, കേരള ലോട്ടറി പോലെ നാളെ ഇന്നത്തെ വിഷയം, നാളെ വേറൊരു വിഷയം, മറ്റന്നാൾ വേറൊരു വിഷയം, നിരന്തരം വിഷയങ്ങളുണ്ട് 4 വർഷമായിട്ട്. പിണറായി സർക്കാരിനെതിരെ വിഷയങ്ങളില്ലാത്ത ഒരു ദിവസം പോലില്ല. പശുത്തൊഴുത്ത് കെട്ടിയത് ഉൾപ്പെടെ, മകൾക്ക് മാസപ്പടി കിട്ടിയത് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മക്കൾക്കെതിരെയായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന ആരോപണം പോലെ ഒരു ആരോപണമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ പ്രതിപക്ഷ സ്ഥാനത്ത് ഇപ്പോൾ ഇടതുപക്ഷമായിരുന്നുവെങ്കിൽ അവർ സ്വീകരിക്കുന്നൊരു നിലപാട് ഇതായിരിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇവന്മാർ ഇത്ര വെറും മോഴകളും മൊണ്ണകളുമായി പോയി ഇത്രയും കഴിവുകെട്ടവരായി നിർജീവമായി പോകുന്നു? വളരെ കറക്റ്റ്. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ അതുകൊണ്ട് ആയില്ലോ. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ വിഷയം വന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ അങ്ങനെ നിരവധി കേസുകൾ, വിവാഹം ഉറപ്പിച്ചിരുന്ന ചാണ്ടി ഉമ്മനെതിരെ വരെ വിഷയം ഉണ്ടായി, വിവാഹം വരെ മുടങ്ങിപ്പോയത് നമുക്കറിയാവുന്ന. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചെയ്യാത്ത തെറ്റിനായിരുന്നു എന്നുള്ള മറ്റൊരു കാര്യം. എന്നിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കി അവർ. ആ തെരഞ്ഞെടുപ്പ്, അതായത് ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ട് 3 വർഷം മുമ്പേ തുടങ്ങി. അത് കഴിഞ്ഞ് ഈ സരിതയിലും മറ്റു വിഷയങ്ങളിലും കൊണ്ട് എത്തിച്ച് ഇവിടെ സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ നിഷ്ഠൂരം ജീവനോടെ കൊന്ന സമയത്ത് പോലും കോൺഗ്രസ്സുകാരും പലരും എതിരായിരുന്നു. ഇവിടെയാണ് നമ്മൾ പിണറായി വിജയൻ നമ്മൾ ശരിക്കും അവരെ അഭിനന്ദിക്കേണ്ടത്.
CPM-നെ അഭിനന്ദിക്കുന്ന വിഷയം ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നപ്പോൾ കോൺഗ്രസ് 2 തട്ടായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഇടുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. എതിരായിട്ട് നിന്നു. അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നും ഇങ്ങനൊരു വിഷയം നടന്നിട്ടില്ല എന്നും വളരെ വ്യക്തമായി അറിയാവുന്ന എല്ലാ ആളുകളും ഉമ്മൻചാണ്ടിക്ക് എതിരാക്കിയതും കോൺഗ്രസ്സുകാർക്ക് മുഖ്യ പങ്ക്. അന്ന് ഇന്നത്തെ കുറെ നേതാക്കന്മാർ, ഇപ്പോഴത്തെ വലിയ നേതാക്കന്മാരൊക്കെ അതിൽ പങ്കുള്ളവരാ. അതിലാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് പറയാൻ കാരണം, എല്ലാവരും പറയും അയാൾ ഏകാധിപതിയാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ പോലെ നടക്കുള്ളൂ, വേറെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോൾ അതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വളരെ കുറ്റം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ്. CPM-നെ അനുകൂലിക്കുന്ന ആളല്ല ഞാൻ, അതുപോലെ തന്നെ ഭരണത്തെ അനുവദിക്കുന്ന ആളല്ല. പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഞാൻ ബന്ധിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടല്ലോ, കോൺഗ്രസ്സുകാർക്കുണ്ടോ അത്? ആ പാർട്ടിനെ എൻ്റെ തൊട്ടിൽ നിർത്താനും വരുതിക്ക് നിർത്താനും അണികളെ നിർത്താനും നേതാക്കന്മാരെ നിർത്താനും കഴിവുള്ളത് ഒരു കഴിവ് തന്നെയാണ്. ഈ കോൺഗ്രസ്സുകാർക്കുണ്ടോ? ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ഉണ്ടായ അലിഗേഷൻസ് സത്യമല്ല എന്ന് അറിഞ്ഞിട്ടും ഈ പറയുന്ന ഇപ്പോഴത്തെ തലമൂത്ത നേതാക്കന്മാർ, ഇപ്പം മുഖ്യമന്ത്രി ആവാൻ ഓടി നടക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഇവരൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് പുറത്തു കൊണ്ടുവന്ന ആളെ അങ്ങോട്ട് പുറത്ത് ചാടിച്ച് വിട്ടിട്ട് വേണം, അല്ലെങ്കിൽ തുടർ ഭരണം ഉറപ്പായിട്ടും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാവേണ്ട തുടർ ഭരണം 120 സീറ്റോളം, മിനിമം ഒരു 100 സീറ്റെങ്കിലും പിടിച്ച് തുടർ ഭരണം കിട്ടേണ്ടതാ UDF-ന്. ഉമ്മൻചാണ്ടിക്ക് അത് നശിപ്പിച്ചതാരാ? ഈ പറയുന്ന ഇന്നത്തെ സൂപ്പർ നേതാവ്, പേര് പറയുന്നില്ല, സൂപ്പർ നേതാവ് ഇന്ന് തകർത്തടിച്ചുകൊണ്ട് നടക്കുക. ആ സൂപ്പർ നേതാവും അന്നത്തെ KPCC പ്രസിഡന്റും ഇന്ന് തൃശ്ശൂർ ഉള്ള ഒരു നേതാവും കൂടിയിട്ട് വാർത്താ സമ്മേളനത്തെ നിറഞ്ഞു നിൽക്കായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ. ഉമ്മൻചാണ്ടിക്ക് ബാർ വിഷയത്തായിട്ടും സോളാർ വിഷയം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം എന്താ? ഉമ്മൻചാണ്ടി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇവർക്ക് ചിലപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള പേടി. ഇന്നത്തെ സൂപ്പർ നേതാവ് ഇതിൽ ചർച്ച ചെയ്ത കാര്യം നമുക്കറിയാം. ഇന്ന് ഈ പാർട്ടിയുടെ ഞാനാണ് പാർട്ടിയെന്നും ഈ പാർട്ടി ഞാനില്ലെങ്കിൽ ഇല്ല എന്നും ഞങ്ങൾ പാർട്ടിയെ അങ്ങനെ വളർത്താൻ നടക്കുന്നവരാണെന്നൊക്കെ പറയുന്ന നേതാവുണ്ടല്ലോ, നേതാക്കന്മാർ 1-2 പേരുണ്ട്. ഈ 3 പേരാണ് ശരിക്കും പറഞ്ഞ ഈ തുടർ ഭരണം കേരളത്തിൽ നഷ്ടപ്പെടുത്തിയ 3 പേരിൽ ഒരാൾ. ആ പേര് നമ്മൾ രഹസ്യമാക്കി വെക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അത് തീർച്ചയായിട്ടും അത് താങ്കൾക്കും എനിക്കും അറിയാവുന്ന പേരാ. അന്നേരം അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്കും അറിയാവുന്ന പേരാ. അന്നേരം അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു കവർ ചെയ്ത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പേര് തന്നെ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, പേര് എനിക്ക് പേടിക്കാനൊന്നുമില്ല, നഷ്ടപ്പെടാനുമില്ല, ഞാൻ പറയില്ല. അതായത് അന്ന് ആരായിരുന്നു KPCC പ്രസിഡന്റ്? അന്ന് VM സുധീരാണ് KPCC പ്രസിഡന്റ്. അന്ന് തൃശ്ശൂർത്തെ നേതാവായിരുന്നു TM പ്രതാപനായിരുന്നു. ഈ അന്നത്തെ ഇതിന് ഏറ്റവും കൂടുതൽ വിഷയങ്ങളുണ്ടാക്കിയ ആളാണ് VD സതീശനായിരുന്നു. ഇനി പേര് പറയാത്ത വിഷയമില്ല. ഇവര് 3 പേരും തന്നെയാണ് ആ തുടർ ഭരണം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മോശമാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെയും മുഖ്യമന്ത്രി ആവണമായിരുന്നല്ലോ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരുന്നു. അതുകൊണ്ട് ഈ കേസൊക്കെ പിന്നിൽ നിന്ന് കുത്തിപ്പൊന്തിക്കാൻ പിന്നിൽ സപ്പോർട്ട് ചെയ്തൊക്കെ പുള്ളിക്കാരൻ തന്നെ ആയിരിക്കണം. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ VD സതീശന്റെ ഈ ഒരു അഴകുഴമ്പൻ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണം, അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് വേറൊരുത്തൻ ഇവിടെ മുഖ്യമന്ത്രി ആകണ്ട, അതുകൊണ്ട് അങ്ങനെ ഇത്തവണ എനിക്കില്ലെങ്കിൽ ഒരുത്തനും ആകണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം ഇവിടെ കോൺഗ്രസിൽ കംപ്ലീറ്റ് പാർട്ടിയെ വളർത്താൻ ആരുമില്ല. സ്വന്തം നന്മ മാത്രം, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരാ പഴയ കാലം മുതൽ ഈ കാലം വരെ കോൺഗ്രസ് എല്ലാ നേതാക്കന്മാരും. കാരണം AK ആന്റണി പ്രതിരോധ മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നതോടെ കോൺഗ്രസ് ഏകദേശം നശിച്ചുപോയത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവോ, സുധാകരൻ മുഖ്യമന്ത്രിയാവോ, മുരളി മുഖ്യമന്ത്രിയാവോ, VC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവോ, ഇതൊക്കെ 3-5 പേര് അതൊന്നും നമുക്ക് അറിയണ വിഷയങ്ങളല്ല. അവരാരെങ്കിലും അവിടെയൊക്കെ പാർട്ടിയുടെ കാര്യം ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ CPM-നെ സഹായിക്കാൻ താങ്കൾ പറഞ്ഞ പോലെ സതീശനെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരെ പോലുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുന്ന കാര്യം യാതൊരു തർക്കവും വേണ്ട. കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു സൈഡാണെങ്കിൽ പോലും എനിക്ക് രക്ഷപ്പെടാനുള്ള പഴുത് കൂടിയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ പോലെ ഈ പകലന്തിയോളം വെള്ളം കോരിയിട്ട് അവസാനം ചീത്തയും അതിന് കിട്ടാനുള്ള ബെനിഫിറ്റും കിട്ടത്തില്ല, എന്നാൽ ഒരു ഡീലുണ്ടാക്കി വേണ്ട പോലെ കൈകാര്യം ചെയ്തേക്കാം എന്നുള്ളൊരു ചിന്ത വന്നുകൂടെ? മനുഷ്യനല്ലേ? ഡീല് തന്നെയാണെന്നേ. ഡീലല്ല എന്ന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇപ്പോഴത്തെ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ ഡീലല്ലാന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയും? ഞാൻ 100% ഡീലാണെന്ന് ഞാൻ തെളിയിച്ചു തരാന്നേ. ഓരോ വിഷയങ്ങളിൽ ഡീലല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ അലിഗേഷൻ, ഇത്രയും വലിയ അലിഗേഷൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു സമരം നടത്തിയ മുഖ്യമന്ത്രി രാജിവെക്കുന്നവർ സമരം നടത്തിയില്ല? മുഖ്യമന്ത്രി രാജിവെക്കുന്നവർ ഇത്ര നാൾ സമരം നടത്തിയിട്ടുണ്ടോ? സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ബാക്കിൽ നിന്ന് സരിത ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ നിന്നല്ലേ കൊടുക്കണം, മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു പറഞ്ഞിട്ട് ആ ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊരു സമരം ചെയ്ത ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിലെ മുഖ്യമന്ത്രി അതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും അതിന് വലിയ വിഷയങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോലും ആവശ്യപ്പെട്ടില്ല രാജിവെക്കണം എന്നുള്ള കാര്യം? പുറത്തും ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ സംശയിക്കുന്ന എന്താ തെറ്റ്? സ്വർണ്ണക്കടത്ത് കേസിൽ എന്ത് ഗുരുതരമായ ആരോപണങ്ങളാണ് ആ സ്ത്രീ ഉന്നയിച്ചത്? എത്ര ശക്തമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ചത്? മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന
ആളുകൾ. പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിന്മേൽ ഇതാ കേസെടുക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CN രവീന്ദ്രൻ, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കേസ്. ഇത്രയുമെല്ലാം ആരോപണങ്ങൾ വന്നിട്ടും സെക്രട്ടേറിയറ്റ് വളഞ്ഞ് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാമായിരുന്ന കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ല ഞാൻ പറയുന്നത്. ഇത് നിയമസഭയിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ പ്രസംഗങ്ങൾ നടത്താമല്ലാതെ എന്തുകൊണ്ട് പുറത്ത് ഈ ഒറ്റ കാരണം മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി ആരോപണത്തിൽ കോടികളുടെ കൈക്കൂലി, അതായത് മാസപ്പടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ISF അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ കൊടുത്തിട്ടുണ്ട്, അന്വേഷിക്കണമെന്ന് അറിയില്ല. അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ, പിണറായി വിജയന്റെ മകളല്ല, മുഖ്യമന്ത്രിയുടെ മകൾ. ആ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അഴിമതി ആരോപണം നേരിടുമ്പോൾ, അതും കോടികളുടെ മാസപ്പടി വിവാദം നേരിടുമ്പോൾ എന്തേ പ്രതിപക്ഷത്തിന്റെ നാക്കൊന്നും മിണ്ടാത്തത്? എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഈ ഒറ്റ കാരണം പോലെ മുഖ്യമന്ത്രി രാജിവെക്കാൻ. കേരള സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കാവുന്ന തരത്തിലുള്ള ഇത്രയും വലിയ ഒരു ഇഷ്യൂ കിട്ടിയിട്ട് പോലും ഇവന്മാര് ഈ പറഞ്ഞ പോലെ നാല് വഴിക്ക് KPCC പ്രസിഡന്റ് ഒരു വശത്തൂടെ പോകുന്നു, പ്രതിപക്ഷ നേതാവ് വേറൊരു സൈഡിലേക്ക് പോകുന്നു, ബാക്കിയുള്ള ചോട്ടാ നേതാക്കന്മാർ ഇവിടെ കുത്തിയിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ഒരു കോർഡിനേഷനോ. അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ അങ്ങനെയാണെങ്കിൽ? അപ്പൊ ഇവർ അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് അല്ല, ഇവരുടെ കഴിവില്ലായ്മ നമുക്ക് മനസ്സിലാക്കേണ്ടത് വേറെ വലിയൊരു കാര്യത്തിലൂടെയാണ്. കാരണം അൻവർ എന്ന് പറയുന്ന ഒരു പീറ കേരള സംസ്ഥാനത്തിന് മുഴുവൻ അവൻ്റെ ഉള്ളം കൈയിലാട്ടി അമ്മാനമാടുകയായിരുന്നു. ഏതാനും ഒരു മാസത്തോളം മാധ്യമങ്ങൾ ഇവൻ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഒരു സാധാരണ ഒരു വ്യക്തി. ഇത്രയും വലിയൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവന്മാരിത് വായും പൊളിച്ചത് കണ്ട് നോക്കി നിൽക്കുന്നു. ഇവർക്കൊന്നും ഇവരുടെ നേതാക്കന്മാർക്കൊന്നും ഒരു മാധ്യമങ്ങളിൽ ഒരു സ്പേസ് പോലും കിട്ടുന്നില്ല. അതേസമയം ഈ അൻവർ ഒറ്റയ്ക്ക് നിന്ന് ഈ മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധയാകർഷിക്കുകയും ഒരു ന്യൂസ് മേക്കറായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഇവന്മാരുടെ കഴിവില്ലായ്മയിൽ നിന്നല്ലേ ഈ അൻവർ എന്ന ഈ ഒരു കൃമി പത്തി പടർത്താൻ കാരണമായത്? ഈവൻ കൃമി, അതാണ് ശരി ലാസ്റ്റ് പറഞ്ഞത്. അതായത് അൻവറിനെ ഈ പാർട്ടിയിൽ കൊണ്ടുവരുന്ന ആർക്കാണത്തെ നിർബന്ധം? എൻ്റെ ചോദ്യം അതാണ്. ആർക്കാണ് നിർബന്ധം? ഇത്രയും നാൾ കുറേ കാലം ഈ പാർട്ടിക്കെതിരെ ഒരുപാട്. ഇപ്പോഴത്തെ ഇന്നലെ ഒരു വാർത്ത കണ്ടു ഞാൻ. എനിക്ക് അഭിമാനമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വാർത്ത കണ്ടു, എനിക്ക് ഒരു അഭിമാനവും ഇല്ല എന്ന് പരസ്യമായിട്ട് പറയണത് ആരാന്നറിയോ? ഈ പറയുന്നത് ഈ PV അൻവറാ. എനിക്ക് അഭിമാനമില്ലടോ, ഒരു അഭിമാനവും എനിക്കില്ല എന്ന് പറയുന്നത് PV അൻവറാണ്. ആ അൻവറിൻ്റെ പിന്നെ വേറൊരു ചാനൽ കണ്ടു, കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രതിപക്ഷത്തൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ കണ്ടു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്രയും നല്ല ഒരു പയ്യൻ, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, നല്ലത് തന്നെ പറയണം. ആ പയ്യൻ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് കോൺഗ്രസ് കുറച്ച് യുവാക്കൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസിന് ഇന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അതുപോലെ തന്നെ ഷാഫിയെ പോലുള്ള ഷാഫി, ഈ 2-3 പേര് അവര് അടിയും കൊണ്ട് അവർ ഗ്രാബ് ചെയ്ത ആ മീഡിയ സ്പേസിൽ നിന്നല്ല ഇന്ന് കോൺഗ്രസിന് കാട്ടുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബും ജനങ്ങൾക്കൊരു പ്രതീക്ഷയും ഉള്ളത് ഈ യുവ നേതാക്കളിലല്ലേ. ആ യുവ നേതാക്കൾക്ക് ഒരു സ്പേസ് കൊടുക്കാതെ ഈ കടൽക്കിഴവന്മാർ വീണ്ടും ഇത്തരത്തിലുള്ള ഈ മുഖ്യമന്ത്രി കസേരകൾക്ക് വേണ്ടി ഈ നാറിയ കളി നടക്കുന്നതിലൂടെ ഈ ചെറുപ്പക്കാരായ ഈ പാർട്ടിയിൽ പ്രതീക്ഷിച്ചത് വെച്ച് അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് ആ ചെറുപ്പക്കാരുടെ ജീവിതം തന്നെയല്ലേ ഇവന്മാരിട്ട് ഈ അമ്മാനമാടുന്നത്? ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ 2-3 പേര് തന്നെ ഉള്ളൂ. ഈ 2-3 പേരെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കേരളത്തിലെ യുവാക്കൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, അബിൻ വർക്കി, ജിൻഡോ ജോൺ, രാജു P നായർ, ഒക്കെ ചാനൽ ചർച്ചകളിൽ കാണുന്ന ഒരാളെ കാണാറ്. അങ്ങനെ കുറച്ച് ആൾ, പിന്നെ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ പറയാതിരിക്കല്ലേ ചാനൽ ചർച്ചകളിൽ വരുന്ന ആളുകൾ, പിന്നെ നമ്മുടെ ശബരിനാഥൻ, അങ്ങനെ കുറച്ച് യുവാക്കളുണ്ട്. അങ്ങനെ ആ യുവാക്കളുടെ ഒറ്റ ബലത്തിലാണ് ഇന്ന് കോൺഗ്രസ് 10 ആളുള്ളത്. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവരെ കണ്ടിട്ടാണെന്നാ. ഈ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ കണ്ടോട്ടൊന്നുമല്ല ഇപ്പം ഈ കുറച്ച് അണികളുള്ളത്. ഈ ഒരാളുമല്ല, ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസ്സുകാർക്ക് വേണ്ടത്. കാരണം ഇങ്ങനത്തെ കുറച്ച് നല്ല പിള്ളേരുണ്ട്, നല്ല യുവാക്കൾ. ആ യുവാക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് പഴയ കാലത്തേക്കാൾ സുന്ദരമായ ഒരു യൂത്ത് നേതൃത്വം ഉണ്ട് കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസോട് പിടിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയൊരു ചോദ്യം കൊടുക്കുന്നുണ്ട്. അൻവറിനെ കൂട്ടിയിട്ട് എന്ത് കിട്ടി എന്നൊരു ചോദ്യം. ഇനി ഈ കോൺഗ്രസ്സുകാർ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരോട്. അൻവറിനെ കൂട്ടിയാൽ എന്താണ് ലാഭം? എന്താണ് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണം എന്താണ്? കോൺഗ്രസിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ UDFനോ കിട്ടാവുന്ന ഗുണം എന്താണ്? അൻവറിന്റെ നിരുപാധിക പിന്തുണ മേടിച്ച് എന്താണ് കിട്ടാനുള്ളത്? ഒന്നും കിട്ടില്ലെന്ന് ജെട്ടി മുതലാളി ട്രോജൻ അവളെ കാണിച്ചു തന്നു ചാലക്കുടിയിൽ. 1 ലക്ഷം രൂപ, 1 ലക്ഷത്തിന് വോട്ടിനാണ് ബെന്നി ബെഹനാൻ ജനിച്ചത്. ഇത്രയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച, ഇത്രയ്ക്ക് എതിർപ്പ് നേരിട്ട, ഇത്രയ്ക്ക് ശത്രുക്കളുടെ ബെന്നി ബെഹനാൻ അവിടെ ജയിച്ചു.
അതായത് ഇവന് അമേദ്യത്തിൻ്റെ വിലയില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുവാൻ കാരണം ഈ PV അൻവർ എന്ന് പറയുന്ന ഈ കൃമി എന്തൊക്കെ ആരോപണങ്ങളാണ് ഒറ്റയ്ക്ക് വന്നതെന്ന് പറഞ്ഞത്. അതായത് ഒരു കാട്ടുകള്ളന്മാരുടെ ഒരു ചാനലിനെ കൂടെ കൂട്ടുപിടിച്ചു കൊണ്ടുവന്ന് എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവൻ ഉന്നയിച്ചത്. ഒന്ന്, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ADGPക്കെതിരെ, അതുപോലെ മലപ്പുറം SP-ക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഇത് നടത്തിയിട്ട് അതിലൊന്നെങ്കിലും തെളിയിക്കുവാൻ ഇവന് സാധിച്ചു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ADGPക്ക് ഇതാ രാഷ്ട്രപതിയുടെ മെഡലിന് വരെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നു. അന്നേരം ഇവന്റെ പ്രസക്തി എന്താണ്? ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജട്ടി മുതലാളിയെ പോലെ തന്നെ പിണറായിയുടെ മറ്റൊരു ട്രോജൻ കുതിരയല്ലേ ഇവൻ. കാരണം എന്താ കഴിഞ്ഞാൽ ഇവനെ ഒരു ദിവസം കൊണ്ട് തന്നെ പൂട്ടി അകത്തിടുവാൻ പറ്റാവുന്ന എത്രത്തോളം കേസുകളിൽ ഇവൻ പ്രതിയാണ്. ഇത്രയും കൊടും ക്രിമിനൽ. ഇവന്റെ പേരിൽ എന്തൊക്കെ പേരിലുള്ള തട്ടിപ്പുകളുണ്ട്. അതിലേതെങ്കിലും ഒരു കേസിൽ ഇവനെ എടുത്ത് അകത്തിടാമെന്നിരിക്കെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു മൃദു സമീപനം ഇവനോട് സ്വീകരിക്കുന്നു? ഇത്രയുമൊക്കെ ഇവൻ കാറിക്കൂവി ബഹളങ്ങൾ വെച്ചിട്ടും ഇത്രയൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ട് ഇവനെ പൂട്ടുന്നില്ല? ഇവനെ ഇതുപോലെ കാളയെ പോലെ അഴിച്ചുവിടുന്നു. 24 മണിക്കൂറുകൾ കൊണ്ട് ഈ PV അൻവർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ക്രമികീടത്തെ അകത്തിടാനായിട്ടുള്ള എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും ഇവരാരും ഇടപെടാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് ജയിലിൽ ഇടുന്നില്ല? നിരവധി കേസുകൾ. ഞാൻ പറയാം, 50 ലക്ഷം മേടിച്ച ഒരു പോറി മുതലാളിയുടെ കേസ്, പാർക്കിന്റെ വിഷയം, മണ്ണ് തട്ടിപ്പ്, ഭൂമി തട്ടിപ്പ്, ആഫ്രിക്കയിലെ സ്വർണ്ണം, അങ്ങനെ നിരവധി വിഷയങ്ങൾ, നിരവധി പാവങ്ങളെ പോലും പറ്റിച്ച കേസുകൾ. ഇപ്പം നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് CG ഉണ്ണി അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഇപ്പം നിലവിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു കേസ് എടുത്ത് 1 മണിക്കൂർ പോലും അദ്ദേഹത്തിന് ജയിലിടാൻ കഴിയുന്നില്ല? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. ആദ്യമേ ആ ഒരു വർഗീയ കാർഡ് കളിച്ച്, അതായത് മലപ്പുറത്തെ ഒരു ഭീകര രാഷ്ട്രമായി അല്ലേ പ്രഖ്യാപിക്കുവാൻ ശ്രമിക്കുന്നു, മുസ്ലിങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ മുസ്ലിങ്ങളുടെ ഒരു സംരക്ഷകനായി, ഒരു സേവകനായി സ്വയം ചമഞ്ഞ് അവിടെ ഇറങ്ങി ഒരു കളി കളിക്കാൻ നോക്കി. അത് പാളി. അതായത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, അവിടെയുള്ള ഈ മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുക, മുസ്ലിം ലീഗിൻ്റെ അഷ്വേഡായിട്ടുള്ള 10-21 സീറ്റുകൾക്കകത്തൊരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ വർഗീയ കാർഡ് കളിക്കുവാൻ വേണ്ടി ഇറക്കിവിട്ട ഒരു ട്രോജൻ കുതിരയായിരുന്നു ഈ അൻവറിൻ്റെ ആ കളി പാളി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത നമ്പറുമായി ഇറങ്ങി. അന്നേരം ഇതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഇത്രയും എല്ലാം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തുമ്പോൾ പോലും ഈ യാതൊരു വാക്കുകൾക്ക് കടിഞ്ഞാണുമില്ലാത്ത നേരും നെറിയുമില്ലാത്ത അൻവറിൻ്റെ ആ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ആ ഒരു ആദരവോടെ അല്ലാതെ ഇദ്ദേഹം ഒരു സ്ഥലത്ത് പോലും ഇദ്ദേഹം സംസാരിക്കുന്നില്ല. എന്നാൽ ഇയാളുടെ ഒരു മാനറിസമോ ഇയാളുടെ സംസാര രീതിയോ ഇതല്ല. അന്നേരം ഈ രണ്ടുപേരും അതുപോലെ ഒരു കരുതൽ, പരിധി വിട്ട് പോകുമ്പോഴും ഒരു കരുതൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടും ഇയാളൊരു ട്രോജൻ കുതിരയാണ്. ഇത് ഈ പറയുന്ന നമ്മുടെ സതീശനും VD സതീശനും സുധാകരനും മാത്രം മനസ്സിലാകുന്നില്ല, ബാക്കി ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി. അന്നേരം ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരനായി, താങ്കൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി, കോൺഗ്രസ് നേതാവായി ഇവരുടെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് വെച്ചു, ഒരു സാധാരണക്കാരനായി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിലവിലെ ഈ ഒരു പാർട്ടിയുടെ പോക്ക് കണ്ട് നിലവിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ആത്മാർത്ഥമായി ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഒരു വിചാരങ്ങൾ എന്താണ്? ഈ കോൺഗ്രസിൻ്റെ അണികൾക്ക് മൊത്തം പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടാകുമ്പോൾ, കാരണം ഇവരിങ്ങനെയാണ്, ഇവർക്ക് ഇതേ കഴിയൂ, ഇതിൽ കൂടുതൽ ഒന്നും കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് അറിയാം. അതായത് മറ്റേ ഇപ്പം 6-ാം നമ്പർ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാനും അപ്പനും സുഭദ്രയും. അത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഞാനും അപ്പനും സുഭദ്രയും. കാരണം അണികളോട് അപ്പം കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ PV അൻവറിനെതിരെ ഇത്രയും വിഷയമുണ്ടായിട്ടും ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും നിരവധി കേസിലെ പ്രതികളായിട്ടും സ്വന്തം പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിട്ടും സുധാകരനെതിരെയും കോൺഗ്രസ് നേതാക്കന്മാർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടും അവനെ വീണ്ടും ഈ പാർട്ടിയോട് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കാണ് അത്ര നിർബന്ധം? ഒരു കാര്യം, ഇത്രയും കേസുകൾ പിണറായി വിജയനെതിരെ, മക്കൾക്കെതിരെ, അതുപോലെ തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് 1 മാസത്തോളം അൻവർ നടന്നു. ഒരക്ഷരം പോലും മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ലല്ലോ. ഇന്ന് വരെ അൻവറിനെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രി? അല്ലെ അൻവറിനെതിരെ എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ മുഖ്യമന്ത്രി? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കണ്ടേ? അപ്പോൾ ഈ അൻവർ ആരാണ് സത്യത്തിൽ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തെ പേടി, പ്രതിപക്ഷത്തിന് അദ്ദേഹത്തെ പേടി. എന്താണ് അതിൻ്റെ കാരണം? അതിനൊരു റീസൺ ഉണ്ടാവണ്ടേ?
അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മകൾക്കെതിരെയും സർക്കാർ ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഇദ്ദേഹം കൊണ്ടുവന്ന 3 ആരോപണങ്ങളും കേസ് അന്വേഷിക്കുന്നവർ തള്ളി, ED തള്ളി, ഇതൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഈ അൻവറിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല സർക്കാരിന്റെ ഭാഗത്ത്. അൻവറിന്റെ ഫണ്ടിങ് സോഴ്സ്, ഈ അൻവറിന്റെ വാക്ചാരുതയോ അല്ലെങ്കിൽ അൻവറിന്റെ ആദർശമോ ഒന്നും കണ്ടല്ല ഈ 4-3-7 പേരാണെങ്കിൽ പോലും ഇയാളുടെ പിന്നാലെ പോകുന്നത്. കാരണം ഇയാളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്ന മാധ്യമങ്ങളായിക്കോട്ടെ, ഇയാളുടെ പിന്നാലെ പോകുന്ന ആളുകളായിക്കോട്ടെ സാമ്പത്തികം പ്രതീക്ഷിച്ച് തന്നെയാണ്. കാരണം ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഇയാൾ ഇത്തരത്തിലോളം ഒരു വലിയ ഒരു സംസ്ഥാനത്തോടും പാർട്ടികളോടും ഒരു യുദ്ധം പ്രഖ്യാപിച്ച് മുന്നേറുമ്പോൾ അത്തരത്തിലുള്ള കോടികളുടെ ഫണ്ടിങ് സോഴ്സ് വേണം. ഇയാളുടെ ഫണ്ടിങ് സോഴ്സ് ആരാണ്? ഈ അൻവർ എന്ന് പറയുന്ന ഈ മുന്നിൽ നിൽക്കുന്ന ഈ ക്രിമിയെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടിങ് സോഴ്സ് ആരാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ ഒരു അവലോകനവും ഒരു അന്വേഷണവും ഒക്കെ ഉണ്ടാകേണ്ടേ? നിരവധി സോഴ്സുകൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു പക്ഷേ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. STBI പോലുള്ള സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ വേറെ, അങ്ങനെ നിരവധി സംഘടനകളുടെ സാമ്പത്തിക സഹായം എന്തായാലും അൻവറിനുണ്ടാവും. കാരണം ഇപ്പം താങ്കൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു സ്പ്രദ്ധ ഉണ്ടാക്കിയിട്ട് അവരെ ഭിന്നിപ്പിച്ചിട്ട് 2 വിഭാഗമാക്കി മാറ്റാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വന്നാൽ പോലും അത് അൻവറിന് ഗുണമായിട്ട് വരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വരില്ല. അൻവറിന് ഗുണമായിട്ട് ഒരിക്കലും വരില്ല. അൻവർ ശരിക്കും പറഞ്ഞാണല്ലോ പൊട്ടനാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. കാരണം കുറേ കാശുണ്ട്, വിവരമില്ല. ഈ കാശ് വെച്ചുകൊണ്ട് കുറേ ആൾക്കാരെ കൊണ്ടെടുക്കാൻ പറ്റും. കാശുണ്ട്, ഒരു ദീർഘവീക്ഷണമില്ല, ഒരു അടിസ്ഥാന ബോധം പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങളിലില്ല, പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിലും വിളിക്കാറില്ല, പാർട്ടിക്ക് ഒരു കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കാറില്ല. ഞങ്ങളുടെ തൃണമൂൽ കോൺഗ്രസ്സായിട്ട് കേരളത്തിൽ ഒരു ബന്ധമില്ലെങ്കിലും ഈ പാർട്ടിയിൽ 10 ആൾ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ കഴിഞ്ഞു. ഈ കാണിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കയ്യിൽ കാശുള്ളത് കൊണ്ടാണ്. കാശ് മാത്രമേ ഉള്ളൂ, തലച്ചോറില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. തലച്ചോറുണ്ടെങ്കിൽ ഈ വക നാണം കെട്ട കളിക്കൊന്നും നിൽക്കില്ല. മാത്രമല്ല, ഈ തലച്ചോറില്ലാത്തവനെ തലച്ചോറ് ഞങ്ങൾക്ക് അതിനേക്കാൾ കുറവാണെന്ന് തെളിയിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അൻവറിനെക്കാളും തലച്ചോറ് കുറവ് ഞങ്ങൾക്കാണ്, അല്ലെങ്കിൽ അൻവറിനെ എടുക്കില്ലല്ലോ. ഇന്ന് നമ്മൾ ഇത്തരം ഒരു ചർച്ച, ഇവനെ അതായത് ഈ പറയുന്ന അമേദ്യം അൻവറിനെ ഒരു വിഷയമാക്കി തന്നെ നമ്മുടെ ഇത്തരം ഒരു ചർച്ച നടത്തുവാൻ തന്നെ കാരണം കേരളത്തിലെ ജനങ്ങളുടെ കാര്യം നമ്മൾ ഓർക്കണം. കാരണം ഈ പിണറായി ഭരണത്തിൽ വീണ്ടും ഈ ഒരു തുടർഭരണം ഉണ്ടാകുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. ഇതിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന പിണറായി ഭരണത്തിൽ മനം മടുത്ത് നിൽക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, അവർക്കൊരു പ്രതീക്ഷയായിരുന്നു ഇനി ഒരു മാറ്റമെങ്കിലും, ഇനി ഈ തവണയെങ്കിലും ഉണ്ടാകും. ഒരു പകരക്കാരനായി ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ അവരുടെ മനസ്സിൽ കണ്ടിരുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ്. എന്നാൽ അവർ തന്നെ സ്വയം ഈ നാശത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് തന്നെ സ്വയം ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്തി സ്വയം ഇല്ലാതായി. പിണറായിക്ക് വീണ്ടും 3ാമത് വരാനുള്ള വഴിവെട്ടുകാരുടെ റോളിൽ ഈ VD സതീശനും അതുപോലെ സുധാകരനും നിൽക്കുമ്പോൾ ജനങ്ങളുടെ ആ സൈലന്റ് ഇന്നർ ക്രൈ, അവരുടെ ആ മനസ്സിലുള്ള ആ കരച്ചിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അന്നേരം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച തന്നെ നമ്മൾ ഇന്ന് നടത്തുന്നത്. അന്നേരം അതുകൊണ്ട് VD സതീശനും സുധാകരനും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആ പാലക്കാട്ട് കാണിച്ച ആ ഒരു ആർജവം, ആ ഒരു നട്ടല് ഇപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം, ഈ അമേദ്യത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ നിന്റെ പണി നോക്കിപ്പോടാ എന്ന് പറയാനുള്ള ഒരു ആർജവം സുധാകരനും VD സതീശനും കാണിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നാശത്തിൻ്റെ, നിങ്ങളുടെയല്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഇപ്രകാരം ഒരു ചർച്ച ഇവിടെ നടത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കുചേർന്ന ശ്രീ രാജേന്ദ്രനുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.